ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ SCERT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലൈഫ് സയൻസ് ബയോളജിയിലെ ഒരു ഭാഗമാണ് ജന്തുവിശേഷങ്ങൾ. 5ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ അടുത്ത ക്ലാസ് മുതൽ 6ാം ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ വിൻസ്പെയറിൽ SCERT ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? ക്ലാസ് കേട്ട് പരിചയമുള്ള ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്ര ക്ലിയർ ആയിട്ടാണ് SCERT ചാപ്റ്റേഴ്സ് ഒരു വരി പോലും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വരി പോലും സ്കിപ്പ് ചെയ്യാതെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾ വിൻസ്പെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വിൻസ്പെയറിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഇത് ലൈക്കും ഷെയറും ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു ഡ്യൂട്ടി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചിത്രം കാണിച്ചു അല്ലേ, ഒരു കുട്ടി ഒരു പക്ഷിയെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു പിക്ചർ കണ്ടോ? ഈ പിക്ചർ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരികയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റഹീം പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുരുവി എന്തോ കൊത്തിയെടുത്ത് പേരമരത്തിലേക്ക് പോകുന്നത് അവൻ കണ്ടു. പലതവണ ഇത് ആവർത്തിക്കുമ്പോൾ കുരുവി എന്താണ് ചെയ്യുന്നത്, നാരുകൾ ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത് റഹീമിന് മനസ്സിലായി. എന്തിനാണുമ്മ കുരുവി നാരുകൾ കൊത്തിക്കൊണ്ട് പോകുന്നത്? മുട്ടയിടാൻ വേണ്ടി, കൂടുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കുരുവി. നീ അതിനെ ശല്യപ്പെടുത്തരുത്. കൂട് പൂർത്തിയായി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ നമുക്കവയെ ബൈനോക്കുലർ ഉപയോഗിച്ച് നിരീക്ഷിക്കാം. കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായത് മുട്ട വിരിയുകയല്ലോ. റഹീമിന് സംശയമായി. എല്ലാ ജീവികളും മുട്ടയിടുകയല്ല ചെയ്യുന്നത്, പട്ടിയും പൂച്ചയുമൊക്കെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ പറഞ്ഞതാണ് അല്ലേ. ചിലത് പ്രസവിക്കുന്നു, ചിലത് മുട്ടയിടുന്നു. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ മുട്ടയിടുന്നതും പ്രസവിക്കുന്നതുമായിട്ടുള്ള ജീവികൾ ഏതാണെന്ന് പറയാനായി തന്നിട്ടുണ്ട്. കണ്ടോ? ഈ ചിത്രങ്ങളിൽ ഏതൊക്കെ മുട്ടയിടുന്നു പ്രസവിക്കുന്നു എന്ന് പ്രത്യേകിച്ച് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ അത് കൂടുതലായിട്ട് പറയുന്നില്ല. ഇവിടെ കുറച്ച് ഫാക്റ്റുകൾ തന്നിട്ടുണ്ട്. മുട്ടയിടുന്ന മറ്റ് ജീവികളെ കൂടി നമുക്ക് കണ്ടെത്താം. പക്ഷികളെല്ലാം മുട്ടയിടുന്നവയല്ലേ. മുട്ട വിരിയുന്നതിന് ചൂട് ആവശ്യമാണ്. ഇതിനായി മിക്കവാറും എല്ലാ പക്ഷികളും അടയിരിക്കുന്നു. എന്നാൽ കുയിലോ? കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. കൃത്രിമ മാർഗങ്ങളിലൂടെയും കോഴിയെ ഉപയോഗിച്ചാണ് നാം താറാവിൻ്റെ മുട്ടകൾ വിരിയിക്കുന്നത്. അപ്പോൾ കൃത്രിമ മാർഗങ്ങളിലൂടെയും അതേപോലെ കോഴിയെ ഉപയോഗിച്ച് താറാവിൻ്റെ മുട്ടയൊക്കെ നമ്മൾ വിരിയിച്ചെടുക്കാറുണ്ട്. പലതരം പക്ഷികൾക്കും വ്യത്യസ്തമായിട്ടുള്ള അടയിരിപ്പ് കാലമാണ് ഉള്ളത്. ഇവിടെ നോക്കൂ, കോഴിക്ക് അടയിരിപ്പ് കാലം 21 ദിവസം, 3 ആഴ്ചയാണ്. 3 ആഴ്ച. പ്രാവ് 2 ആഴ്ച. പ്രാവും കുരുവിയും 2 ആഴ്ചയാണ്. പ്രാവ്, കുരുവി 2 ആഴ്ച, അഥവാ 14 ദിവസം. ദെൻ ഒട്ടക പക്ഷി കൂടുതൽ ദിവസം എടുക്കുന്നു, 42 ദിവസം അല്ലേ, ഏകദേശം 1.5 മാസം എടുക്കുന്നു. ലവ് ബേർഡ്സ് 22 മുതൽ 25 വരെ ആണ് അതിൻ്റെ കാലാവധി. ഇപ്പോൾ കോഴി 3 ആഴ്ച, പ്രാവ് കുരുവി 2 ആഴ്ച, ഒട്ടക പക്ഷി ഏറ്റവും കൂടുതൽ ഒരു 1.5 മാസം അല്ലെങ്കിൽ 42 ദിവസം, ലവ് ബേർഡ്സ് 22 മുതൽ 25 വരെ. ഇതൊന്നും ജസ്റ്റ് പഠിച്ചു വെക്കുക. SCERT പറഞ്ഞതുകൊണ്ട് പഠിച്ചു വെക്കുക നല്ലതാണ്. പക്ഷിലോകത്ത് നിരവധി കൗതുകങ്ങൾ നിരീക്ഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താം. അവയുടെ നിറം, വലിപ്പം, ആകൃതി, ആഹാരം സമ്പാദിക്കുന്ന അഥവാ അതിനെ ശേഖരിക്കുന്ന രീതി, കൊക്കിൻ്റെയും കാലിൻ്റെയും പ്രത്യേകതകൾ, തൂവലുകളുടെ പ്രത്യേകത, പറക്കുന്ന രീതി, ശബ്ദം, കൂട്, അത് താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ വ്യത്യസ്തമാണ് അല്ലേ, വ്യത്യസ്തമാണ്. സോ പക്ഷി നിരീക്ഷണം നമുക്ക് എങ്ങനെ നടത്താമെന്ന് കൊടുത്തിട്ടുണ്ട്. അതിരാവിലെയും വൈകുന്നേരവുമാണ് പക്ഷി നിരീക്ഷണത്തിന് യോജിച്ച സമയം. ഒച്ചയോ അനക്കമോ ഇല്ലാതെ ദൂരെ നിന്ന് വേണം നിരീക്ഷിക്കാൻ. അതിന് ബൈനോക്കുലർ ഉപയോഗിക്കാം. പക്ഷിക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മരക്കൊമ്പുകളിൽ തൂക്കിയിട്ട് ചിരട്ടകളിൽ ഒരുക്കി വെച്ച് പക്ഷികളെ പറമ്പിലേക്ക് ആകർഷിച്ചും നിരീക്ഷിക്കാം. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമല്ല. ഇതേ നാം നിത്യേന കാണുന്ന പ്രാവ്, കാക്ക, മൈന, ചെമ്പോത്ത് അഥവാ ഉപ്പൻ, തത്ത, കൊറ്റി തുടങ്ങിയ പക്ഷികളെ നിരീക്ഷിച്ച് കാര്യങ്ങളെ കണ്ടെത്താൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വേണ്ട കുറച്ച് ഫാക്റ്റുകൾ ഇനി താഴെ പറയുന്നു. ഇത് എരണ്ട എന്ന് ഒരു തരം പക്ഷിയാണ്. എരണ്ട. ഇത് നാഗമോഹൻ അല്ലേ, വളരെ മനോഹരമായ നീളത്തിലുള്ള ഒരു പക്ഷി അല്ലേ, നാഗമോഹൻ എരണ്ട. എന്താണ് അവയുടെ പ്രത്യേകത? ചില ഇനം എരണ്ടകൾ നാഗമോഹൻ, മണൽക്കോഴി എന്നിവ നമ്മുടെ
നാട്ടിലെത്തുന്ന വിരുന്നുകാരാണ്. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ല അന്യദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അന്യദേശങ്ങളിൽ നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന ദേശാടന പക്ഷികളാണിവ. എരണ്ടകൾ, നാഗമോഹൻ, മണൽക്കോഴി. കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങൾ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശങ്ങളാണ്. ആ പേര് ഓർക്കുക, കടലുണ്ടി, തട്ടേക്കാട്, കുമരകം. ജോഗ്രഫിയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്കൊക്കെ വരാം. ഇത്തരം സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വനം വകുപ്പിന്റെ സഹകരണത്തോടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കാൻ കുട്ടികളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ദെൻ ഡോക്ടർ സാലിം അലി, ലോകപ്രസിദ്ധനായിട്ടുള്ള പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സാലിം അലി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 12 അന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. അപ്പോൾ നവംബർ 11 മാസമല്ലേ 11, 12. അപ്പോൾ 11, 12 പക്ഷി നിരീക്ഷണം 11, 12 അഥവാ നവംബർ 12. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഒരു കുരുവിയുടെ പതനം, ഒരു കുരുവിയുടെ പതനം. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ പക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ദെൻ മുട്ടയിടുന്നവരുടെ ലോകം. പക്ഷികൾ മുട്ടയിടുന്നത് വംശവർദ്ധനവ് നടത്തുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം. പക്ഷികൾ മാത്രമാണോ മുട്ടയിടുന്നത്? മുട്ടയിട്ട് വംശവർദ്ധന നടത്തുന്ന ജീവികളും ഉണ്ട്. നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച. അതേപോലെ ഗ്രൂപ്പ് 2 മത്തി, അയല, വരാൽ, മുഷി, ഗപ്പി. ഇതൊക്കെ മത്സ്യങ്ങളാണ്. ദെൻ ഗ്രൂപ്പ് 3 മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത്, ഉരകങ്ങളാണ് അല്ലേ. അപ്പോൾ വ്യത്യസ്ത ഇനം പ്രാണികളും മത്സ്യങ്ങളും ഉരകങ്ങളും മുട്ടയിടാറുണ്ട്. അവയുടെ പേരെല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. പേരെല്ലാം പഠിച്ചു വെക്കുക. ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച, മത്തി, അയല, വരാൽ, മുഷി, ഗപ്പി തുടങ്ങിയ മത്സ്യങ്ങൾ, മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത്. ഓരോ ഗ്രൂപ്പിനും എന്തെല്ലാം പൊതു സവിശേഷതകളാണ് കാണുന്നുള്ളത്? ഒന്നാമത്തെ ഗ്രൂപ്പിലെ പ്രാണികളെയാണല്ലോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് വരുന്നത്? ഗ്രൂപ്പ് 1 നിങ്ങൾ പരിചയപ്പെട്ടവയെ പൊതുവായിട്ട് പ്രാണികൾ എന്ന് പറയാം. ഗ്രൂപ്പ് 2 മത്സ്യങ്ങൾ, ഗ്രൂപ്പ് 3 ഉരകങ്ങൾ. ഇവയുടെ ചർമ്മം വരണ്ടതും ശൽക്കങ്ങൾ ഉള്ളവയുമാണ്. തവള, സാലമൻഡർ, സീസിലിയൻ എന്നിവ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവയാണ്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവയെ നമ്മൾ പറയുന്ന പേര് ഉഭയജീവികൾ അഥവാ ആംബിബിയൻസ്, ഉഭയജീവികൾ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ മുട്ടയിടുന്ന ലോകത്ത് ഉരകങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, പ്രാണികളുണ്ട്, പല തരത്തിലുള്ള ജീവികളുണ്ട്. ഇതാണ് സിസിലിയൻ, ഇതാണ് സാലമൻഡർ. ഓക്കെ അല്ലേ? അപ്പോൾ പക്ഷികൾ മാത്രമല്ല മുട്ടയിടുന്നത്, ജന്തുജാലങ്ങളിൽ വ്യത്യസ്ത വർഗത്തിൽപ്പെട്ട ജന്തുക്കളും മുട്ടയിടാറുണ്ട് എന്ന് പഠിക്കുക. ഇനി സാൽമൺ മത്സ്യത്തിൻ്റെ കഥ. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ. വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കുമൊന്നും ഇവയുടെ യാത്രയ്ക്ക് തടസ്സമാവുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവസ്ഥാനത്ത് എത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു. അല്ലെ, വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ മുന്നേ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കൗതുക എന്ന രീതിയിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സാൽമൺ മത്സ്യങ്ങൾ സമുദ്രത്തിൽ ജീവിക്കുന്നതാണ്. മുട്ടയിടാൻ വേണ്ടി നദീക്കരയിലേക്ക് എത്തുന്നു. ദെൻ അവിടെ മുട്ടയിട്ടതിന് ശേഷം അവ ചത്തൊടുങ്ങുന്നു. അവയുടെ കുട്ടികൾ മുട്ട വിരിഞ്ഞതിന് ശേഷം തിരിച്ച് സമുദ്രത്തിലേക്ക് പോകുന്നു. ദെൻ ഓരോ വിഭാഗത്തിലും പെട്ട ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കുട്ടികളോട് ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോഴിമുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയെ പോലെ തന്നെയാണ് അല്ലേ? കോഴിക്കുഞ്ഞും അതിൻ്റെ അമ്മ കോഴിയെ പോലെ തന്നെയാണ്. എന്നാൽ തവളയുടെ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? വാൽമാക്രി എന്ന ഒരു വാലുണ്ടല്ലേ, വാലിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് പിന്നീട് അമ്മയുടെ അതേ രൂപത്തിലേക്ക് മാറുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് രൂപാന്തരണം. അപ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, കുട്ടിയായിരിക്കുന്ന സമയത്ത് മറ്റൊരു രൂപവും പിന്നീട് അത് അതിൻ്റെ മാതാവിൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് രൂപാന്തരണം എന്നാണ്. രൂപാന്തരണം.
സോ എന്താണ് രൂപാന്തരണം? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ കേട്ടോ. ഇവയെ നമ്മൾ ലാർവകൾ എന്ന് പറയും, മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തത്. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതിനെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. ഇവിടെ കൊതുക് കണ്ടില്ലേ, കൊതുക് മുട്ടയിടുന്നു. ദെൻ അത് വിരിഞ്ഞു വരുന്ന സമയത്ത് അതിൻ്റെ രൂപം കണ്ടോ, ചിറകൊന്നുമില്ലാതെ ഒരു പ്രത്യേക ടൈപ്പ്. അപ്പോൾ ഇത് നമ്മൾ പൂത്താടി എന്നാണ് പറയുക. ദെൻ ഇത് ലാർവ വിരിഞ്ഞ് ലാർവ പുറത്ത് വന്ന് കൊതുകായിട്ട് മാറുന്നു. പൂമ്പാറ്റയും ഇതുപോലെ തന്നെയാണ്. പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് പുഴുവിനെ പോലെയാണ്. പൂമ്പാറ്റയുടെ രൂപാന്തരണത്തിൽ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം ഉണ്ടാകുന്നത്. തേനീച്ച, പൂമ്പാറ്റ, തുമ്പി, കൊതുക്, ഈച്ച എന്നിവയിൽ രൂപാന്തരണം നടക്കുന്നുണ്ട്. ഒരിനം തുമ്പിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. അപ്പോൾ കുഴിയാന എന്തിൻ്റെ ലാർവയാണ്? ഒരു തുമ്പിയുടെ ലാർവയാണ് അല്ലേ. കുഴിയാന ഒരു തുമ്പിയുടെ ലാർവയാണ്. അപ്പോൾ പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ ലാർവ കാണുന്നത്. സോ പൂമ്പാറ്റയുടെ ലാർവ കണ്ടില്ലേ, മുട്ടയിടുന്നു, മുട്ട ലാർവയാകുന്നു, അത് പ്യൂപ്പയാകുന്നു, ശേഷമാണ് പൂമ്പാറ്റയായി മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ കാണുമ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ അത്ര മനോഹാരിത ഒന്നും ഉണ്ടാവില്ല. പിന്നെ വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ മാതാവിനെ പോലെ, മാതൃജീവിയെ പോലെ മനോഹരമായിട്ടുള്ള രൂപത്തിലേക്ക് വരുന്നത്. കണ്ടോ, ലാർവകളും ശലഭങ്ങളും. അരളി ശലഭത്തിൻ്റെ ലാർവ, ഗരുഡ ശലഭത്തിൻ്റെ ലാർവ, ദെൻ വിവിധ ഇനം ശലഭങ്ങളുടെ ലാർവ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണശലഭം, മഞ്ഞ പാപ്പാത്തി, നാരകശലഭം, ഓക്കിലശലഭം. ഓക്കെ അല്ലേ? അപ്പോൾ ചിത്രത്തിൽ വിവിധ ശലഭങ്ങളെയും അവയുടെ ലാർവകളെയും കണ്ടില്ലേ? നാം നശിപ്പിക്കാറുള്ള മിക്ക ഇലതീനി പുഴുക്കളും ഏതെങ്കിലും ശലഭങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഇതറിയാതെയാണ് എത്രയോ എണ്ണത്തെ മനുഷ്യർ നിത്യേന കൊന്നെടുക്കുന്നത്. നമ്മൾ പുഴുവാന്ന് കരുതി കൊല്ലും. കണ്ടില്ലേ? ഇലകളുടെ മുകളിൽ നിന്നിട്ട് ആ ഇലകളെ തിന്നുന്ന ലാർവ കണ്ടില്ലേ? നമ്മൾ പുഴുവാന്ന് കരുതി കൊന്നുകളയും. പക്ഷേ ഇവകൾ ലാർവയാണ്, മനോഹരമായിട്ടുള്ള ശലഭങ്ങളായിട്ട് മാറേണ്ടവയാണ്. അറിഞ്ഞോ അറിയാതെയോ ചില ശലഭങ്ങളുടെ വംശനാശത്തിന് പോലും ഇത് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ദെൻ ശലഭോദ്യാനം. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ചിത്രശലഭങ്ങളാണ് മഞ്ഞ പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം മുതലായവ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ശലഭങ്ങളുടെ പേര് പഠിക്കുക. മഞ്ഞ പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം. ഓരോ ശലഭവും ചില പ്രത്യേക ഇനം ചെടികളിലാണ് മുട്ടയിടുന്നത്. ഇത്തരം സസ്യങ്ങൾ നട്ട് വളർത്തി നമുക്ക് ശലഭങ്ങളെ മുട്ടയിടാനായി ആകർഷിക്കാം. അപ്പോൾ ഇത്തരം ശലഭങ്ങളെ ആകർഷിക്കണമെങ്കിൽ അവർക്ക് മുട്ടയിടാൻ സാധിക്കുന്നു, അവർക്ക് മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്ന സസ്യങ്ങളെ നമ്മൾ വളർത്തിയാൽ മതി. എരുക്ക്, കറിവേപ്പില, നാരകം എന്നിവ ഇത്തരം സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എരുക്ക്, കറിവേപ്പില, നാരകം ഒക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ അതിൽ മുട്ടയിടാൻ വേണ്ടി നാരകശലഭവും മറ്റുള്ള ശലഭങ്ങളൊക്കെ എത്തും. സോ അങ്ങനെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ സ്കൂളിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചെടികൾ നടുന്നത് ശലഭങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ആണ്. ഒട്ടേറെ ശലഭങ്ങൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഇതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന മറ്റൊരു ജീവിയാണ് ആമ. ആമ ഒരു ഉഭയജീവിയാണ് അല്ലേ. കടലാമകളുണ്ട്, അല്ലാതെ സാധാരണ ചെറിയ വാട്ടർ ബോഡീസിൽ ജീവിക്കുന്ന ആമകളും ഉണ്ട്. കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. അപ്പോൾ കടലാമയും ആ കരയിലേക്ക് വന്നാൽ മുട്ടയിടുന്നത്. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾ വൻതോതിൽ നാശം സംഭവിക്കുകയും കടലാമകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കടൽ തീരത്ത് കരയിൽ മുട്ടയിടുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ ഇത് എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. അങ്ങനെ പല ആമകളും ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയെ സംരക്ഷിക്കുന്നതിന് പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നു. വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ച് വരുന്നുണ്ട്. മുതിയം കടൽ തീരം കേട്ടോ, മുതിയം കടൽ തീരം മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലാണ്. ദെൻ മുട്ടയിടുന്ന ജീവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നത് അത് മനുഷ്യന് അതേപോലെയാണല്ലോ. പ്രസവിച്ച് പാലൂട്ടിയല്ലേ വളർത്തുന്നത്. പൂച്ച, മുയൽ, പശു, ആട് തുടങ്ങിയ ജീവികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്നത് സസ്തനികൾ എന്നാണ്. സസ്തനികൾ ഇവിടെ കണ്ടില്ലേ, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പശു, ആന, ആട്, മാൻ, ഇതൊക്കെ സസ്തനികളാണ്.
കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. ശരീരത്തിൽ രോമങ്ങളുണ്ട്, ചെവിക്കുടയുണ്ട്. ഇതൊക്കെ സസ്തനികളുടെ പ്രത്യേകതയാണ്. ഇനി പറക്കുന്നൊരു സസ്തനിയുണ്ട്, വവ്വാൽ. അല്ലേ, പണ്ടൊക്കെ PSC ചോദിച്ചതെന്നാണ്. ഇപ്പോൾ അങ്ങനെ അധികം ചോദിച്ച് കാണുന്നില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു ഫാക്റ്റാണ് പറക്കുന്ന സസ്തനി. പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. സോ വവ്വാലിനെ പറക്കാൻ സഹായിക്കുന്നത് കണ്ടില്ലേ, ചർമ്മബന്ധിതമായിട്ടുള്ള മുൻകാലുകൾ. ഇവയുടെ ഈ മുൻകാലാണ് പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ്. ഇനി സസ്തനികളുടെ കൂട്ടത്തിൽ മുട്ടയിടുന്നതുമുണ്ട്. സാധാരണ സസ്തനികൾ എന്ന് പറയുമ്പോൾ പ്രസവിച്ച് മുലയൂട്ടുന്നതാണ് അല്ലേ, എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയിടുന്നതുമുണ്ട്. ഇത് പഠിച്ചു വെക്കുക. പ്ലാറ്റിപ്പസും എക്കിഡ്ന പ്ലാറ്റിപ്പസ്. സസ്തനികൾ പൊതുവെ പ്രസവിക്കുകയാണ് എങ്കിലും മുട്ടയിടുന്ന ചിലതും ഇക്കൂട്ടത്തിലുണ്ട്. പ്ലാറ്റിപ്പസും എക്കിഡ്നയും മുട്ടയിടുന്ന സസ്തനികളാണ്. ഇവ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. മുട്ടയിട്ടും കുഞ്ഞുങ്ങളെ പ്രസവിച്ചും ജീവികൾ വംശവർധന നടത്തുന്നുണ്ടെന്ന് നാം പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുട്ടയിടുന്നത്, പ്രസവിക്കുന്നത് ഏത് എന്ന് പട്ടികപ്പെടുത്താനാണ്. അപ്പോൾ പ്രസവിക്കുന്ന കരയിൽ ഏതൊക്കെയുണ്ട്, പ്രസവിക്കുന്ന ജീവികൾ വെള്ളത്തിൽ ഏതൊക്കെയുണ്ട്, മുട്ടയിടുന്നത് ഏതൊക്കെയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പട്ടികപ്പെടുത്തുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഇട്ടേക്കാം. ലിങ്ക് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി. ചില ജീവികൾ ശരീരം മുറിഞ്ഞാലും പുതിയ ജീവികളായിട്ട് വരും. പ്ലനേറിയ അതിന് ഉദാഹരണമാണ്. മണ്ണിര, പ്ലനേറിയ ഒരു തരം പരന്ന വിരയാണ് പ്ലനേറിയ. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുള്ള. എന്നിവ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയാകും. നമ്മൾ എത്രത്തോളം മുറിക്കുന്നു ആ മുറിക്കുന്ന ഭാഗങ്ങളെല്ലാം പ്രത്യേകം ജീവിയായിട്ട് വരും. ദെൻ മറ്റൊരു അമേസിങ് ഫാക്റ്റാണ് പ്രസവിക്കുന്ന അച്ഛൻ കടൽക്കുതിര. മത്സ്യത്തിൻ്റെ വർഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ജീവികളാണ് കടൽക്കുതിര. പെൺ കടൽക്കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽക്കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ മുട്ടയിടുന്നത് പെൺ കടൽക്കുതിരയാണ്. അത് സൂക്ഷിക്കുന്നത് ആൺ കടൽക്കുതിരയാണ്. അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് സൂക്ഷിക്കുന്നു. 40 ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ ആൺ കടൽക്കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നുന്നത് ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രസവിക്കുകയല്ല, മുട്ട സൂക്ഷിച്ച് വെച്ച് അതിനെ വിരിയിപ്പിക്കുകയാണ് ചെയ്യുക. ദെൻ സഞ്ചിമൃഗം എന്നറിയപ്പെടുന്നത് കങ്കാരു ആണ് അല്ലേ. ഓസ്ട്രേലിയയിലാണ് ഇത് കാണപ്പെടുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള ഒരു സഞ്ചിയിലാക്കിയാണ് ഇവ പരിപാലിക്കുന്നത്. കണ്ടില്ലേ, ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ. ദെൻ പ്രസവിക്കുന്ന പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ മുട്ട തന്നെയാണ് ഇടുന്നത്, പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ് അത് വിരിയുന്നത്. ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നില്ല. അപ്പോൾ അണലി പ്രസവിക്കുകയല്ല, മുട്ടയിടുകയാണ്. പക്ഷെ മുട്ട ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട് അത് വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ പ്രസവിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. ദെൻ പവിഴപ്പുറ്റുകളെ കുറിച്ച് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയും. കടലിലെ ജോഗ്രഫിയിലാണെന്ന് തോന്നുന്നു. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പവിഴപ്പുറ്റുകൾ കടലിനടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ കാണുന്ന ജീവി വർഗമാണ്. അപ്പോൾ ഇതൊരു ജീവി വർഗമാണ്. കടലിലെ മഴക്കാടുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് കോറൽസ് എന്നാണ്. ഒരു പരിധിവരെ കടൽക്ഷോഭം തടയാനും പല അസുഖങ്ങൾക്ക് മരുന്ന് ഉപയോഗിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പവിഴപ്പുറ്റുകൾ. ഇപ്പോൾ അത് വംശനാശ ഭീഷണിക്ക് വിധേയമാണ്. ഇവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി 1997, 2008 എന്ന വർഷങ്ങളിൽ പവിഴപ്പുറ്റു വർഷങ്ങളായി ആചരിച്ചു. ഇപ്പോൾ 2008, 1997 വർഷങ്ങൾ പവിഴപ്പുറ്റു വർഷങ്ങളായിട്ട് നമ്മൾ ആചരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ, അപ്പോൾ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റു ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ലക്ഷദ്വീപുകളിലും ധാരാളം പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഈ പവിഴപ്പുറ്റുകൾ ദ്വീപായി മാറും എന്നൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചു. ആ ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടി കാണുക കേട്ടോ. പവിഴപ്പുറ്റുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ കുട്ടികളോട് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങളും ജന്തുക്കളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നു. വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ജന്തുക്കൾ ഇല്ലാതാവുകയാണ്. ജൈവവൈവിധ്യം നശിപ്പിക്കാൻ ഇടയാക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? മനുഷ്യൻ വനം നശീകരിക്കുന്നു, വയലുകളും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തുന്നു, വിഷം കലക്കി മീൻ പിടിക്കുന്നു. ഇങ്ങനെ അനേകം പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്നു.
സോ ഒരു കുഞ്ഞു പാഠമാണ്, നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പഠിച്ചത് പ്രജനന രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിക്കുന്നത് അല്ലേ. മുട്ടയിടുന്ന ജീവികളെ പ്രാണികൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ എന്നിവയായിട്ട് വർഗീകരിച്ചു. രൂപാന്തരണം എന്താണെന്ന് പഠിച്ചു. സസ്തനികളുടെ പ്രത്യേകത പഠിച്ചു. എല്ലാ ജീവവർഗങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പഠിച്ചു. സോ നമ്മൾ ഈ ക്ലാസ്സിലെ അഥവാ 5ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 6ാം ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. സോ നിങ്ങൾ നമ്മുടെ ചാനലിനെ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലുപരി നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.